കാറും ബൈക്കൊക്കെ ഇതൊക്കെ ഏതാണ് ബ്ലാക്ക് ആണോ വൈറ്റിലാണ് റെഡിയാണ് അളിയന്റെ എങ്ങനെയാണ് വരുമാനം സ്രോതസ് ഞാൻ ഒരിടത്ത് ഞാൻ രക്ഷിച്ചതാ തിരിച്ചിരി വരുമാന സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കുന്നത് എന്റെ അടുത്ത പടം അളിയൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അഖിൽ മാരാർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽ മാരാര് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെയാണ് ഒരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്: എന്റെ വരുമാനമാണ് പലർക്കും ആവലാതി. ഒരു വലിയൊരു പോസ്റ്റും അതിന്റെ കുറച്ച് സ്ക്രീൻഷോട്ടുമാണ് പുള്ളിക്കാരൻ വെച്ചിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്വേഷിച്ചു എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. അങ്ങനെയാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. ഇദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബൈക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കാണാം. BMW ബൈക്ക് സ്വന്തമാക്കിയ അഖിൽ മാരാർ എന്ന് പറഞ്ഞിട്ടാണ് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ക്യാപ്ഷൻ ഇതാണ്: 18 ലക്ഷത്തിന്റെ BMW ബൈക്ക് സ്വന്തമാക്കിയ അഖിൽ മാരാർ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതും കൂടാതെ കുറച്ച് നാൾക്ക് മുമ്പ് അദ്ദേഹം ഒരു മിനി കൂപ്പറും എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ കൂടെ ഒന്ന് കണ്ടത്. എല്ലാരും നോക്കുമ്പോഴത്തേക്ക് മിനി കൂപ്പർ എടുക്കുന്നു, BMW ബൈക്ക് എടുക്കുന്നു. അങ്ങനെ ഈ BMW ബൈക്ക് എടുത്തതിന്റെ ആ ഒരു വീഡിയോയുടെ അടിയിൽ കുറച്ച് കമന്റ് വന്നിട്ടുണ്ട്. ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, കള്ളക്കടത്തോ മറ്റോ ആണോ, കൊതിക്കേറുവാണെന്ന് തോന്നരുത്, ഒക്കെ വാടകയ്ക്കായിരിക്കും, ഓരോരുത്തർക്ക് അർഹതയില്ലാത്ത അംഗീകാരം നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഔട്ട്ലുക്ക് കാണുമ്പോഴാണ് ഞാൻ പണക്കാരനാണ് എന്ന് കാണിക്കാനുള്ള ചില തന്ത്രപ്പാടുകൾ. ബിഗ് ബോസിൽ എത്രയോ ആളുകൾ വന്നുപോയി, എന്നാലും നിങ്ങൾ എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു അഖിൽ മാരാർ എന്ന് പറഞ്ഞിട്ട് അടുത്ത കമന്റ്. പിന്നെ അടുത്തൊരു കമന്റ് എന്ന് പറയുന്നത്: അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുവോ എനിക്കിത് ശരിക്കും പണി. അടുത്തത്: ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ, ആൾക്ക് വലിയ എന്തോ ജോലിയുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് ആണ് വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ അഖിൽ മാരാറിന് കള്ളപ്പണം വെളുപ്പിക്കൽ പണിയുണ്ടോ എന്നാണ് ആളുകൾക്ക് അറിയേണ്ടത്. അതും പോരാഞ്ഞിട്ട് ധ്യാൻ ശ്രീനിവാസൻ കുറച്ചുകൂടെ ആളുകളിലേക്ക് ഈ സംഭവം ആളെ കത്തിച്ചെന്ന് തോന്നുന്നു. കാരണം ഈ ധ്യാൻ ശ്രീനിവാസനും കള്ളപ്പണം വെളുപ്പിക്കലും ഒരു സംഭവത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ആ വീഡിയോ ചെയ്തതായിരുന്നു. അദ്ദേഹത്തിന്റെ പുതിയ സിനിമയായിട്ടുള്ള ആപ് കൈസേഹോ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷന് വന്ന ആ ഒരു സമയത്ത് അവിടെ വന്ന ഒരു പയ്യൻ ഈ ധ്യാന്റെ അടുത്ത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമുക്ക് ആ ചോദ്യവും ധ്യാന്റെ റിപ്ലൈ ഒന്ന് കേൾക്കാം. കമന്റ്സിൽ വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെയാണ്. ആയിക്കോട്ടെ, അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാവുന്നുണ്ട്. ഞാനല്ല വിളിപ്പിക്കുന്നത്, എനിക്ക് അക്കൗണ്ടിലാണ്. ഇതൊന്നും അതുകൊണ്ട് എനിക്കെന്താണ് ഗുണം? ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ? അപ്പൊ എന്റെ പടം ഏതാ നഷ്ടമായിട്ടുള്ള? എല്ലാരും വിളിപ്പിച്ചില്ലേ? ധ്യാന്റെ പടങ്ങളൊക്കെ പൊട്ടിപ്പോവാണ്. കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുള്ളിക്കാരന്റെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ആ ചോദ്യം ചോദിച്ചത് അങ്ങനെയാണ്. അത് ധ്യാന്റെ ഒരു മറുപടി ആയിട്ട് പറയുന്ന പുള്ളിയുടെ ശൈലിയിൽ ഒരു കോമഡി ആയിട്ട് ഒരു കാര്യം പറയും. പക്ഷെ ആ റിപ്ലൈ കൊടുത്തതുണ്ടല്ലോ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ ഒരു കോമഡി പലരും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ അഖിൽ മാരാറിന്റെ അടുത്തും ധ്യാൻ ഇതുപോലെ വന്നൊരു കോമഡി അടിച്ചായിരുന്നു. അന്നേരമാണ് ഈ അഖിൽ മാരാറിന്റെ കേസിൽ ആളുകൾക്ക് കുറച്ചുകൂടെ ഡൗട്ട് ആയതെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഒരു ചോദ്യമാണ് ധ്യാൻ അഖിൽ മാരാറിനോട് ചോദിച്ചത്. ആ ഒരു വീഡിയോ കൂടെ എന്തായാലും നമുക്ക് കാണാം. കൊല്ലത്ത് പോണോ രാത്രി? ഞാൻ ബൈക്കിൽ പോകുന്നുണ്ട്. കാറും ബൈക്കൊക്കെ വാങ്ങി, കാറും ബൈക്കൊക്കെ ഇതൊക്കെ ഏതാണ് ബ്ലാക്ക് ആണോ വൈറ്റിലാണ് റെഡിയാണ് അളിയന്റെ എങ്ങനെയാണ് വരുമാനം സ്രോതസ് ഞാൻ ഒരിടത്ത് ഞാൻ രക്ഷിച്ചതാ തിരിച്ചിരി വരുമാന സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കുന്നത് എന്റെ അടുത്ത പടം അളിയൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് കണ്ടോ, ഇവര് തമ്മിലുള്ള സംസാരം നമുക്ക് വളരെ ഫണ്ണായിട്ട് തോന്നുന്നത്. ഇതിന്റെ വരുമാന സ്രോതസ് എവിടെ നിന്നാണെന്ന് നിങ്ങൾ എന്താണ് അന്വേഷിക്കാത്തത്? അത് കേട്ടപ്പോ ആൾക്കാർക്ക് ഒന്നുകൂടെ സംശയം തോന്നി. അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള കമന്റ് സെക്ഷനിൽ ഇങ്ങനെയുള്ള കമന്റുകൾ വരാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് ആൾക്കാർ ഇതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും അഖിൽ മാരാർ ഇതിനൊരു റിപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതായിരുന്നു പുള്ളിക്കാരന്റെ കഴിഞ്ഞ ദിവസത്തെ FB പോസ്റ്റ്.
ശരിക്കും പറഞ്ഞ ആ ഒരു പോസ്റ്റ് ഞാനിപ്പോ വായിച്ചു. എന്റെ വരുമാനമാണ് പലർക്കും ആവലാതി. കൃത്യമായി GST ഉൾപ്പെടെ അടച്ചു മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മുകളിൽ കൊടുത്ത പോലെ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികൾക്കും ഇൻവോയ്സ് നൽകി GSTയും ഇൻകം ടാക്സും അടച്ചാണ് ഞാൻ വരുമാനം പറ്റുന്നത്. മിനി കൂപ്പർ എടുത്തപ്പോൾ ടാക്സ് ആയത് 11 ലക്ഷം രൂപയാണ്. ബൈക്കിന്റെ ടാക്സ് 2.63 ലക്ഷം. ഇതൊക്കെ സർക്കാർ ഖജനാവിലാണ് വന്നതെന്ന് പോലും പലർക്കും അറിയില്ല. ഞാൻ പങ്കെടുത്തിട്ടുള്ള എല്ലാ പരിപാടികളും പെയ്ഡ് ആണ്. പിന്നെ കുറച്ച് പുള്ളിക്കാരന്റെ ഇൻവോയ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എമൗണ്ടും GST ഒക്കെ അടച്ചതിന്റെ ഒരു ഇൻവോയ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. 2,36,000 രൂപ കൈപ്പറ്റിയതും അതിന്റെ GSTയും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. വേറൊരു സ്ക്രീൻഷോട്ടും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. ജനുവരി 9, 2025 ബിസിനസിന്റെ എന്തോ പ്രൊമോഷന് വേണ്ടി 1,80,000 രൂപ മേടിച്ചിട്ടുണ്ട്. 16,200 GSTയും കാര്യങ്ങളും അടച്ചിട്ടുണ്ട്. എല്ലാം കൂടെ 2,12,400 രൂപയാണ് കൈപ്പറ്റിയിരിക്കുന്നത്. ഇതുപോലെ 1-2 സ്ക്രീൻഷോട്ടുകളും പുള്ളി ആ പോസ്റ്റിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ പുള്ളി മിനി കൂപ്പർ എടുത്ത് കണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ രജിസ്ട്രേഡ് വണ്ടിയാണ് ഇറങ്ങിയത്, വേറെ സ്ഥലങ്ങളിലൊന്നും പോയി രജിസ്റ്റർ ചെയ്തതല്ല. മിനി കൂപ്പറും BMW പുള്ളി എടുത്ത സമയത്ത് അതിന് കൊടുത്ത എമൗണ്ട് ആണ് പുള്ളിക്കാരൻ പറയുന്നത്. അത് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇത്രയും പൈസ ക്യാഷ് ടാക്സ് ആയിട്ട് കൊടുക്കണം. ഇതെല്ലാം സർക്കാരിന്റെ ഖജനാവിലോട്ടാണ് പോകുന്നത്. അതിനകത്ത് വെട്ടിക്കാനൊന്നും നോക്കിയിട്ടില്ല. അതിനകത്തൊരു ചെറിയ വെട്ടിക്കലുണ്ട്, പറയുമ്പോ എല്ലാം പറയണമല്ലോ. നിങ്ങൾ നോക്കിയാൽ മതി, ഈ സെലിബ്രിറ്റികൾ ആഡംബര വാഹനങ്ങൾ എടുക്കുമ്പോൾ ഇതിന്റെ എന്തോ ഒരു കോസ്റ്റ് വരുന്നുണ്ട്. അത് അടുത്ത വട്ടം ITR ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തൊന്ന് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഞാനത് കൂടുതൽ വിശദീകരിച്ച് പറയാൻ നിൽക്കുന്നില്ല. എന്തായാലും പുള്ളിക്കാരൻ ലീഗലി ആണ് ഇതൊക്കെ ചെയ്തതെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ പങ്കെടുത്തിട്ടുള്ള എല്ലാ പരിപാടികളും പെയ്ഡ് ആണെന്നാണ്. ബന്ധങ്ങളുടെ പേരിൽ മേടിക്കുന്ന തുക വ്യത്യാസം വരുമെന്ന് മാത്രം. എന്റെ എല്ലാ ഇന്റർവ്യൂസും പെയ്ഡ് ആണ്. 1 ലക്ഷം രൂപയും GSTയും തന്നാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങൾ എന്റെ അഭിമുഖങ്ങൾ എടുത്തിട്ടുള്ളത്. അതിന്റെ ഇൻവോയ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ അയച്ചു തരാം. 2 ദിവസം മുമ്പ് ഷെയർ മാർക്കറ്റിൽ നിന്നും ഒരു 15,000 രൂപ പ്രോഫിറ്റ് ലഭിച്ചതിന്റെ കൂടി സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ട്. എത്രയോ തവണ അതിന്റെ സ്ക്രീൻഷോട്ട് പുള്ളിക്കാരൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൂടി ഒന്ന് കാണിക്കാം. ഇതേ കണ്ടോ, ഒത്തിരി സ്ക്രീൻഷോട്ട് പുള്ളിക്കാരൻ കാണിക്കുന്നുണ്ട്. 1,157 രൂപ, ഒരു 50,253 രൂപ വെച്ചത് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിദേശത്ത് നിന്ന് ലഭിക്കുന്നത് അവിടെ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ GCC രാജ്യത്തും ഞാൻ പോകുന്നത് കൃത്യമായി ശമ്പളം വാങ്ങി തന്നെയാണ്. ദുബായിൽ ഒരു മീഡിയ കമ്പനിയിൽ നിന്നും 15,000 ദിർഹം ശമ്പളം അടുത്തിടെ വരെ എനിക്ക് ലഭിച്ചിരുന്നു. ഈ 15,000 ദിർഹം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊന്ന് കണക്കൂട്ടി നോക്കാം. അത് പറയുമ്പോൾ 3,55,775 രൂപ 70 പൈസയാണ് ഇന്ത്യൻ റുപ്പി. അടുത്തത്, ഞാനൊരു സിനിമയിൽ പ്രധാന വേഷം അഭിനയിച്ചിരുന്നു. 1-ലധികം സിനിമകൾക്ക് അഡ്വാൻസ് ലഭിച്ചിട്ടുണ്ട്. അതിപ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങേക്കൊരു നല്ലൊരു ഫെയിം കിട്ടിയിട്ടുണ്ട്. കുറെ നാളായി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട്, എന്നിട്ട് പോലും എന്തുകൊണ്ട് ഈ പുള്ളിക്കാരൻ ഒരു സിനിമ എടുക്കുന്നില്ല എന്നാണ്. അതിനുള്ള കഴിവുണ്ടല്ലോ. എന്തായാലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അഡ്വാൻസ് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല, നമ്മളത് കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ അഖിൽമാരാ? പറയുന്ന യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും എനിക്ക് വരുമാനമുണ്ട്. നാളിതുവരെ വലിയ ഓഫർ ഉണ്ടായിട്ടും യുവതലമുറയെ നശിപ്പിക്കുന്ന ഗെയിമിംഗ് ആപ്പുകൾ ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടില്ല. വളരെ നല്ല കാര്യമാണ് അഖിൽമാരാ. കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പം അറിയാലോ ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങളൊക്കെ. ഇതെന്തായാലും വളരെ നല്ല തീരുമാനമാണ്. പിന്നെ പറയുന്ന ഒരു കാര്യം, എനിക്ക് വിശ്വാസം വരാത്ത ഒരു പ്രൊഡക്റ്റ് പോലും ഒന്നും പരസ്യം ചെയ്തിട്ടില്ല. അതും വളരെ വലിയ കാര്യമാണ്. ഇനിയും എനിക്ക് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒന്നും എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ കൊടുത്തത് എനിക്കും വാങ്ങിയവർക്കും ഈശ്വരനും മാത്രം അറിഞ്ഞാൽ മതി. നല്ല കാര്യമാണ്. പുള്ളിക്കാരൻ മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം സഹായിക്കുന്നതൊന്നും വേറൊരാൾ അറിയുന്ന പുള്ളിക്കാരന് ഇഷ്ടമല്ല എന്നുള്ളത്. അതെടുത്ത് വിളമ്പി റീച്ച് കൂട്ടുന്ന നന്മമരം കളിച്ചാൽ കേരളത്തിലെ നന്മമരം ഫ്രോഡുകളും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്തായാലും വീഡിയോ എടുക്കുന്നതും വീഡിയോ എടുക്കാത്തതും മേ ബി എനിക്ക് തോന്നുന്ന റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും കുറച്ച് ആൾക്കാരെ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് സഹായം കിട്ടുന്നുണ്ട്. അതും ഒരു കൈൻഡ് ഓഫ് സഹായം തന്നെയാണ്. അത് റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും. എന്തായാലും എന്തെങ്കിലും ആട്ടെ. ഇനി അടുത്തായിട്ട് പറയാനുള്ള അതെന്താ വെച്ചാൽ സർക്കാരിന്റെ നെഞ്ചത്ത് വെച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. വയനാട്ടിലെ വീടിന്റെ കാര്യം ചിലർ പറയുന്നത് കേട്ടു. നിങ്ങൾ ആദ്യം പിണറായി വിജയനോട് ചോദിക്കും നാട്ടുകാരുടെ കയ്യിൽ നിന്നും പിടിച്ച 750 കോടി എന്ത് ചെയ്തെന്ന്. ഏകദേശം 400 കുടുംബങ്ങൾക്ക് ഈ തുകയിൽ നിന്നും 50 ലക്ഷം രൂപ വെച്ച് കൊടുത്താൽ പോലും ബാക്കി 550 കോടി സർക്കാരിന് കിട്ടും. അതിനു പുറകെ 1500 വീടുകളിൽ ഓഫർ സർക്കാരിന് വന്നിട്ടുണ്ട്. അഖിൽമാരാർ മാത്രമല്ല, സർക്കാരിനെ എതിർക്കുന്ന ആരുടെയും ഓഫർ അവർക്ക് വേണ്ട. ശരിയാണ്,
വളരെ വളരെ ശരിയാണ്. എത്ര ആൾക്കാരാണ് സ്ഥലം കൊടുക്കാന്ന് പറയുന്നത്, വീട് കൊടുക്കാന്ന് പറയുന്നു, സ്ഥലം കൊടുക്കാന്ന് പറയുന്നു. എന്നിട്ട് ഈ സർക്കാർ അങ്ങോട്ട് മാറി വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞ ആൾക്കാരും സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞ ആൾക്കാരും മുന്നിട്ടിറക്കുമായിരുന്നെങ്കിൽ അവർക്ക് നല്ല അടിപൊളി വീടും വസ്തുവായിരുന്നു. ഇതിപ്പോ ഇറച്ചിക്കടയുടെ മുന്നിൽ പട്ടി ഇങ്ങനെ വായി നോക്കി നിൽക്കുന്ന അവസ്ഥയായിട്ടുണ്ട്. സർക്കാരിന്റെ മുന്നിൽ അവിടുത്തെ ജനങ്ങൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇപ്പൊ കിട്ടുമെന്നും പറഞ്ഞ് നിൽക്കുവോ, പക്ഷെ കിട്ടൂല. അതാണ് നമ്മുടെ സർക്കാർ, പിണറായി സർക്കാർ. പിണറായി വിജയൻ കീ ജയ്. വലിഞ്ഞു കയറി ചെന്ന് വീട് വെച്ചു കൊടുക്കാൻ ആർക്കും കഴിയില്ല. സർക്കാർ അനുമതി നൽകണം. അവർ നമ്മളുടെ ഓഫർ സ്വീകരിക്കാൻ തയ്യാറാവണം. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് അവസാനിക്കുന്നത്. ഇതിനിടയിൽ കൊടുത്ത സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടതാണ്. ഇനി എനിക്ക് പറയാനുള്ളത്, ബിഗ് ബോസിൽ പോയ പല കണ്ടസ്റ്റൻസിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. വിന്നറായവരും ഒരുപാട് നല്ല നല്ല ഫെയിമിൽ എത്തിയവരും ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ലൈം ലൈറ്റില് ഇപ്പോഴും ബിഗ് ബോസിന്റെ ആ ഒരു തരംഗം സൃഷ്ടിച്ച് അങ്ങനെ നിൽക്കുന്ന, വിന്നറാണെന്ന് ഞാൻ പറയുന്നില്ല, വിന്നർ ആയാലും വിന്നർ അല്ലെങ്കിലും ഒരേ ഒരു കണ്ടസ്റ്റന്റ് അഖിൽ മാരാർ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. എവിടെ റോബിൻ രാധാകൃഷ്ണൻ, എവിടെ രജിത് കുമാർ, കഴിഞ്ഞ സീസണിൽ വിന്നറായ ജിൻഡു എവിടെ? പുള്ളി ഇടക്കിടക്ക് ഓരോ ഡാൻസും കോപ്രായങ്ങളും ഒക്കെ കാണിച്ച് നടക്കുന്നതല്ലാതെ പുള്ളിയൊന്നും കാണുന്നത് പോലുമില്ല. ഒരു സാമൂഹിക പ്രശ്നം വരുമ്പോൾ കൃത്യമായ നിലപാടുകൾ പറഞ്ഞ്, കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ്, ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ നിൽപ്പുണ്ട് എന്ന് പറയുന്ന, അങ്ങനെയുള്ള തരത്തില് സ്വന്തമായി രാഷ്ട്രീയം പറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്ന അഖിൽ മാരാർ മാത്രമാണ്. ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ബിഗ് ബോസിലേക്ക് പോയ സമയത്ത് കട്ട നെഗറ്റീവ് ആയിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഈ അഖിൽ മാരാർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ വലുതായിട്ട് ആർക്കും അറിയത്ത് പോലും ഇല്ലായിരുന്നു വേണം പറയാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ ആ ബിഗ് ബോസിൽ വന്ന് ഭയങ്കര വലിയ രീതിയിൽ അടിച്ചു പൊളിച്ച് ഒരു വലിയ പോസിറ്റീവ് വൈബ് കൊണ്ടുവന്നെന്ന് വേണം എനിക്ക് പറയാൻ. അല്ലെങ്കിൽ തന്നെ ബിഗ് ബോസിൽ പോകുന്ന എല്ലാവർക്കും ഫേസ്ബുക്കിൽ നല്ല കയറ്റമായിരിക്കും. അഖിൽ മാരാറിനാണെങ്കിൽ അതിനേക്കാളും വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ആ സമയത്ത്. അഖിൽ മാരാറിന്റെ നല്ലൊരു ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു കൂർമ്മ ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിക്കാരന് കിട്ടിയ ഓപ്പർച്യൂണിറ്റി പുള്ളിക്കാരൻ നല്ല രീതിയിൽ മുതലാക്കി. അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കാര്യം പറയുവാണെങ്കിൽ, ഒരു നല്ലൊരു എൻഡ് റിസൾട്ടാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാൾക്ക് മുമ്പ് ഒരു സലൂൺ വരെ ഭാര്യ കിട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിൽ നിന്ന് വന്ന ആ ഒരു ഫെയിം കാരണം തന്നെയാണ് ഇതൊക്കെ എന്നാണ് എന്റെ വിശ്വാസം. പിന്നെ അദ്ദേഹത്തിന്റെ കഴിവ്, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. കൃത്യമായി ആൾക്കാരിലേക്ക് അത് എത്തിക്കണം എന്നുള്ളത്, കൺവേർട്ട് ചെയ്ത് എന്ത് കാര്യങ്ങളാണെങ്കിലും എത്തിക്കണം എന്നുള്ളത് നല്ല രീതിയിൽ അറിയാം. നല്ല സംസാര ഗുണം, മേന്മ ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ സംസാരം, നല്ല അടിപൊളിയാണ്. അതിനൊരു കഴിവ് തന്നെയുണ്ട് പുള്ളിക്ക്. ആ ഒരു കഴിവ് ഈ ബിഗ് ബോസിൽ പോയ പല മാങ്ങാണ്ടി മോറന്മാർക്കും ഇല്ല. അക്കാര്യത്തിൽ അഖിൽ മാരാറിനെ സമ്മതിച്ചു കൊടുക്കണം. ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും ഒന്നും വരില്ല. വരുന്ന സമയത്ത് അങ്ങ് മുതലാക്കി അങ്ങ് വിടുക, ഊർത്തിയെടുത്ത് അങ്ങ് വിടുക. അത് അദ്ദേഹം നല്ല രീതിയിൽ അടിപൊളിയായിട്ട് മുതലാക്കുന്നുണ്ട്. അതുപോലെ നല്ലവര് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു എൻഡ് റിസൾട്ടാണ് നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് നിങ്ങൾ ഈ അസൂയപ്പെട്ടിട്ടോ ഇവന്റെ അത് കള്ളപ്പണമാണെന്ന് പറഞ്ഞിട്ടോ യാതൊരു കാര്യമില്ല. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ അഖിൽ മാരാർ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പൊ കമന്റ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.